വസുന്ധരയുടെ വിവാഹത്തിന് മുൻപ് മുതൽ ഭരതൻ ഹരിക്ക് വിവാഹം ആലോചിച്ചു. ഹരിയോട് പോലും ചോദിക്കാതെ, അവന്റെ അഭിപ്രായം വകവയ്ക്കാതെ ഒരു പെൺകുട്ടിയെ ഹരിക്ക് വേണ്ടി ഭരതൻ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് വാക്കും കൊടുത്തു. ഭരതൻ ഹരിയോട് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ ഹരി അതിനെ എതിർത്തിരുന്നു. എന്നാ ഭരതൻ അത് ചെവിക്കൊണ്ടില്ല. ഹരിയെ അറിയിക്കാതെ വിവാഹത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു. വസുന്ധരയുടെ വിവാഹം കഴിഞ്ഞ് 5-ാം നാൾ ഹരി തന്റെ പ്രണയിനിയെ, അതായത് ലേഖയെ വിവാഹം ചെയ്തു. ലേഖയുമായി ഹരി വീട്ടിലേക്ക് വന്നു. അവരെ കണ്ട് ക്ഷുഭിതനായ ഭരതൻ ഹരിയെ വേണ്ടുമോളം അടിച്ചു. ജാനകി തന്നാൽ കഴിയും വിധം അയാളെ തടുക്കാൻ ശ്രമിച്ചു. മഹാപാപി, എന്നെ നീ ചതിച്ചല്ലടാ ദ്രോഹി. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തെന്ന് നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ഇപ്പോ എല്ലാം നശിപ്പിച്ചില്ലേ നീ? ഞാൻ ഇനി അവരോട് എന്ത് മറുപടി പറയും? പറയടാ. ഭരതൻ ഹരിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ അനുവാദം കൂടാതെ എല്ലാം അച്ഛൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളായിരുന്നില്ലേ? വാക്ക് കൊടുക്കുന്നതിന് മുൻപ് എന്നോട് ഒരു തവണ ചോദിക്കാമായിരുന്നില്ലേ അച്ഛന്? അതും പോട്ടെ, ലേഖയല്ലാതെ മറ്റൊരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഈ ആലോചന വന്നപ്പോ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. എന്നിട്ടും അത് മാനിക്കാതെ അച്ഛൻ സ്വമേധയെ എടുത്ത തീരുമാനമായിരുന്നില്ലേ എല്ലാം? ഭരതന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ഹരി പറഞ്ഞു. മതി, ഒരക്ഷരം ഇനി മിണ്ടരുത്. ഈ നശിച്ചവളെയും കൂട്ടി ഇവിടെ സുഖമായി വാഴാനാണോ നിന്റെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ അത് നടക്കില്ല. ഈ പടി ചവിട്ടിയ വെട്ടിക്കീറും രണ്ടിനെയും ഞാൻ. രോക്ഷാകുലനായി ഭരതൻ പറയുമ്പോ ജാനകി അത് വിസമ്മതിച്ചു. അയ്യോ, അങ്ങനെ പറയില്ലേ ഏട്ടാ. അവരെവിടെ പോകാനാ? നമ്മുടെ മകനെ ഓർത്തെങ്കിലും ഭരതേട്ടൻ. ഛീ, നിർത്തടി. മിണ്ടരുത് നീ. നീ ഒറ്റൊരുത്തിയാ ഇവനെ വഷളാക്കിയത്. മകനെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ കൂടെ ഇറങ്ങിക്കോ. ഇവിടെ ആരെയും ഞാൻ തടയില്ല. അല്ലെങ്കിലും ഇവിടെ കയറി താമസിക്കാനുമൊന്നും അല്ല ഞങ്ങൾ വന്നേ. പോകുക ഞങ്ങൾ. ഭരതനെ നോക്കി ഹരി പറഞ്ഞു. ഭരതൻ അത് വകവയ്ക്കാതെ വീടിനകത്തേക്ക് കയറിപ്പോയിരുന്നു. അമ്മേ, ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം മാത്രം മതി. ഞങ്ങളെ അനുഗ്രഹിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ഹരിയും ലേഖയും ജാനകിയുടെ കാലുകളിൽ വീണു. ഈ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. എൻ്റെ മക്കള് സന്തോഷത്തോടെ ജീവിക്കണം. അമ്മേ, അമ്മ പോരുന്നോ എൻ്റെ കൂടെ? ഹരി ചോദിച്ചതും ജാനകി നിറ കണ്ണുകളോടെ വീടിനുള്ളിലേക്ക് നോക്കി. ഇല്ല മോനെ, ഏട്ടനെ വിട്ട് എനിക്ക് നിന്റെ കൂടെ വരാൻ കഴിയില്ല. എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ശരിയാണ്, ഒരു പരിധിവരെ അദ്ദേഹമാണ് എല്ലാത്തിനും കാരണം. എങ്കിലും നീ എന്ന ചിന്തയിൽ മാത്രം കഴിഞ്ഞിരുന്ന ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ ആ മനസ്സ് നീറുമ്പോ ഞാൻ അടുത്തുണ്ടാവണം മോനെ. മോൻ അതൊന്നും നോക്കണ്ട. നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് കണ്ടാ മതി ഈ അമ്മയ്ക്ക്. ജാനകി ഹരിയുടെ നെറുകയിൽ ചുംബിച്ചതും ഹരി തന്റെ അമ്മയെ വാരി പുണർന്നു. ജാനകിയുടെ എരിയുന്ന മനസ്സിനെ കുറച്ച് ശാന്തമാക്കാൻ ആ ആലിംഗനത്തിന് സാധിച്ചു. ഹരി ലേഖയും കൂട്ടി ആ മുറ്റത്ത് നിന്നും ഇറങ്ങുമ്പോ ഹൃദയം രണ്ടായി പിളർന്നുകൊണ്ട് ഭരതൻ അത് നോക്കി നിന്നു. അന്ന് ഭരതനുമായി വഴക്കിട്ട് ഹരി ഇറങ്ങുമ്പോ അവൻ അഭയം നൽകിയത് പാർട്ടിയായിരുന്നു. പാർട്ടി ഓഫീസിൽ ഒരിടം അവന് വേണ്ടി അവർ നൽകി. എന്നാൽ ഇന്ന് ലേഖയെ കൂട്ടി അവിടെ നിൽക്കാൻ അവന് പ്രയാസം തോന്നി. ആ നിമിഷമാണ് കൃഷ്ണനും ദാസനും അവൻ അരികിൽ വന്നത്. എല്ലാം അറിഞ്ഞ കൃഷ്ണൻ അവരെയും കൂട്ടി ശ്രീലകത്തേക്ക് വന്നു. ഹരി, നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഭരതനോട് ഒരു വാക്ക് പറയാമായിരുന്നു നിനക്ക്. ഞാനെല്ലാം മുൻകൂട്ടി പറഞ്ഞിരുന്നു, വിവാഹക്കാര്യം ഒഴിച്ച്. അച്ഛനോടാവുന്നത്രയും പറഞ്ഞു എന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കരുത് എന്ന്. പക്ഷേ അച്ഛനത് കേട്ടില്ല. അവസാനം കൈവിട്ടു പോകുമെന്നായപ്പോ എടുത്തൊരു തീരുമാനമായത്. അത് ശരി തന്നെയാണെന്ന് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നു. ഇവളല്ലാതെ മറ്റൊരു പെണ്ണും
എൻ്റെ മനസ്സിലില്ല. ഇവളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി കാണാനും കഴിയില്ല. അച്ഛൻ്റെ വാക്ക് കേട്ട് മനസ്സിൽ ഇവളെ ഇട്ടുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്യണമായിരുന്നോ? 3 പേരുടെയും ജീവിതം തകർക്കണമായിരുന്നോ മാമേ? ലേഖയുടെ കൈകൾ തൻ്റെ ഉള്ളംകൈയിൽ പിടിച്ചുകൊണ്ട് അവൻ കൃഷ്ണനോട് ചോദിച്ചു. അതൊക്കെ ശരിയാ, പക്ഷേ നിനക്ക് വേണ്ടി ജീവിച്ചവനാ ഭരതൻ. ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നതാ തൻ്റെ മക്കളുടെ വിവാഹം നേരിൽ കാണുക എന്ന്. ഇപ്പോ അവൻ്റെ ഹൃദയം ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അവൻ്റെ ഭാഗത്തും തെറ്റുകൾ ഏറെയുണ്ട്. എങ്കിലും എല്ലാം എല്ലാം നിനക്ക് വേണ്ടി, നിന്റെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാ അവൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. അതൊരു പക്ഷേ അവൻ്റെ സ്വാർത്ഥതയാകാം. അത് നിനക്ക് അംഗീകരിക്കാൻ കഴിയാഞ്ഞതുമാവാം. എല്ലാം ശരിയാണ്. എങ്കിലും അവനും ഒരു മനസ്സുണ്ട്. ആ മനസ്സ് ഇപ്പൊ ഉടഞ്ഞു പോയിട്ടുണ്ടാവും. കൃഷ്ണൻ പറഞ്ഞതും ഹരി നിസ്സഹായതയോടെ ഇരുന്നു. ശരിയാണ്, തൻ്റെ അച്ഛന് തന്നോളം സ്നേഹം മറ്റാരോടുമില്ല. പക്ഷേ ആ സ്നേഹം തൻ്റെ ഇഷ്ടങ്ങളെ വെറുക്കാനും ആഗ്രഹങ്ങളെ മറക്കാനും സ്വാതന്ത്ര്യം വെടിയാനും ഇടയാക്കി. അതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഹരി അവിടെ ഇരുന്നു. അപ്പോഴേക്കും പ്രഭാവതി അവർക്ക് ചായയും പലഹാരങ്ങളും കൊടുത്തു. ഹരിയും ലേഖയും പ്രഭാവതിക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ചായ വാങ്ങിക്കുടിച്ചു. അപ്പോഴും ഹരി മറ്റെന്തൊക്കെയോ ആലോചിക്കുകയാണ്. കൃഷ്ണൻ അത് ശ്രദ്ധിച്ചിരുന്നു. ആ, അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. പ്രഭേ, ഇന്നിവരുടെ വിവാഹ ദിവസമല്ലേ? ഒട്ടും കുറയ്ക്കണ്ട. വിഭവസമൃദ്ധമായ സദ്യ തന്നെ നമുക്ക് ഒരുക്കിയാലോ? എന്താ? കൃഷ്ണൻ പറഞ്ഞതും പ്രഭാവതി അത് ശരിവെച്ചു. അയ്യോ, അതൊന്നും വേണ്ട മാമേ, ഞങ്ങൾ ഇറങ്ങുവാ. പോകാനോ? എവിടേക്ക്? നീ ഇത്രയും നാൾ ആ പാർട്ടി ഓഫീസിലല്ലേ കഴിഞ്ഞത്? അവിടെ ഇവളെയും കൂട്ടി പോകാനാണോ നിന്റെ ഉദ്ദേശം? കൃഷ്ണൻ ചോദിച്ചതും ഹരി തലയൊന്ന് കുനിച്ചു. ലേഖ അവനെ നോക്കി. ശേഷം അവന്റെ കൈകളെ ചേർത്ത് പിടിച്ചു. അല്ല, അവിടേക്ക് ലേഖയെ കൂട്ടി താമസിക്കാൻ കഴിയില്ല. അതെനിക്കറിയാം. മറ്റേതെങ്കിലും ഒരിടം നോക്കണം. കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. വിവാഹം പെട്ടെന്നായതുകൊണ്ട് ഒന്നും ശരിയാക്കാനുള്ള സമയം കിട്ടിയില്ല. ഹരി നിസ്സഹായതയോടെ പറഞ്ഞതും കൃഷ്ണൻ അവനെ നോക്കി. നീ എന്തിനാ മറ്റൊരിടം തിരഞ്ഞു നടക്കുന്നത്? നിങ്ങൾക്കിവിടെ ഈ ശ്രീലകത്ത് താമസിച്ചൂടെ? കൃഷ്ണൻ ചോദിച്ചതും ഹരി കൃഷ്ണനെ നിറ കണ്ണുകളോടെ നോക്കി. വേണ്ട മാമേ, ഈ സ്നേഹത്തിന് നന്ദി, പക്ഷേ വേണ്ട. ഞാൻ മറ്റെന്തെങ്കിലും മാർഗം നോക്കിക്കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് ഹരി എഴുന്നേറ്റതും കൃഷ്ണൻ അവനെ വിളിച്ചു. ഹരി, ഒന്ന് നിൽക്ക്. ദാസ, അതിങ് എടുത്തോളൂ. കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ദാസ് അകത്തേക്ക് കയറിപ്പോയി. കയ്യിൽ ഒരു താക്കോലുമായി ദാസ് വരുന്നത് കണ്ടതും ഹരി ഒന്നും മനസ്സിലാവാതെ കൃഷ്ണനെ നോക്കി. ദാസ് ആ താക്കോൽ കൂട്ട് കൃഷ്ണനെ ഏൽപ്പിച്ചു. ഹരി, ഈ തറവാടിന്റെ തൊട്ടടുത്ത് കുറച്ച് വസ്തു കിടക്കുന്നില്ലേ? അതിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ വീടുണ്ട്. നേരത്തെ അവിടെ ഒരു കൂട്ടര് വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഇപ്പോ അവിടെ ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും ഇനി എങ്ങോട്ടും പോകണ്ട, അവിടെ താമസിച്ചാ മതി. അത്രയും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവന് നേരെ താക്കോൽ നീട്ടി. എന്തു പറയണമെന്നറിയാതെ ഹരി ഒരു നിമിഷം അങ്ങനെ നിന്നു. ശേഷം ലേഖയെ നോക്കി. വേണ്ട മാമേ, ഈ സ്നേഹം അത് മാത്രം മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. എന്നെ സഹായിച്ചു എന്നറിഞ്ഞ മാമയോട് അച്ഛന് നീരസം തോന്നും. വേണ്ട, ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരകലം വരാൻ പാടില്ല. ആ താക്കോൽ കൂട്ട് ഹരി നിരസിച്ചു. ഹരി, നിന്നെയും ദാ ഇവരെ പോലെ ഈ ശ്രീലകത്തെ കുട്ടിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കറിയാമായിരുന്നു നീ ശ്രീലകത്ത് നിൽക്കാൻ വിസമ്മതിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പിന്നെ ഭരതൻ,
അവന് അങ്ങനെ എന്നോട് നീരസം തോന്നില്ല. എന്റെ കുട്ടി മറ്റൊന്നും ആലോചിക്കണ്ട. ഇപ്പൊ ഇവിടെ താമസിക്ക്. പതിയെ നമുക്ക് ഭരതനെ പറഞ്ഞു തിരുത്താം. ദാ ഇത് പിടിക്ക്. അതെ, നീ ഇനി എവിടേക്കും പോകുന്നില്ല. സദ്യയൊക്കെ കഴിച്ച് നീ ലേഖയും കൂട്ടി അവിടെ താമസിക്കുന്നു. അത് മതി. കൃഷ്ണനൊപ്പം ദാസും അവനെ നിർബന്ധിച്ചു. ഒടുവിൽ ഹരി കൃഷ്ണന്റെ കയ്യിൽ നിന്നും നിറകണ്ണുകളോടെ താക്കോൽ വാങ്ങി. പ്രഭാവതിയും മാലതിയും ലക്ഷ്മിക്കുട്ടിയും ചേർന്ന് കല്യാണ സദ്യ ഒരുക്കി. അവരെല്ലാം ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ച് ഹരിയെയും ലേഖയെയും കൂട്ടി അവർക്കായി കൊടുത്ത വീട്ടിലേക്ക് വന്നു. ലക്ഷ്മിക്കുട്ടിയും മാലതിയും ചേർന്ന് ആ വീട് നേരത്തെ തന്നെ വൃത്തിയാക്കിയിരുന്നു. മറ്റുള്ളവരെ പുറത്തു നിർത്തി ലക്ഷ്മിക്കുട്ടിയും മാലതിയും അകത്തേക്ക് കയറി. തങ്ങൾ മുൻകൂട്ടി ഒരുക്കി വെച്ച നിലവിളക്കും താലവുമായി അവർ പുറത്തേക്ക് വന്നു. ശേഷം മാലതി താലവുമായി ഹരിയുടെയും ലേഖയുടെയും അടുത്തു ചെന്ന് അവരെ ആരതി ഒഴിഞ്ഞു. ഹരി, ദാസനെയും ആനന്ദിനെയും പോലെ നീയും എൻ്റെ മകൻ തന്നെയാണ്. ഇപ്പോ ഇവൾ എൻ്റെ മോളും. ദാ ഈ വിളക്ക് പിടിച്ച് വലത് കാലോടെ കയറി വാ മോളെ. ലക്ഷ്മിക്കുട്ടി ലേഖയുടെ നേരെ വിളക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ലേഖ ഹരിയെ നോക്കി. അവൻ ഇരു കണ്ണുകളും അടച്ച് സമ്മതമറിയിച്ചതും നിറഞ്ഞ മനസ്സോടെ അവൾ അത് ഏറ്റുവാങ്ങി. വലത് കാൽ വെച്ച് അവൾ മുന്നോട്ട് നടന്നു. വൈകുന്നേരമോടെ ദാസും ഹരിയും അവർക്കായുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോയി. തിരികെ വരാൻ താമസിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ലേഖയ്ക്ക് മാലതിയെ കൂട്ടായി ഏൽപ്പിച്ചു. അന്ന് രാത്രി കൃഷ്ണൻ തന്റെ ചാരുകസയിൽ ഇരുന്ന് മറ്റെന്തോ ആലോചിക്കുകയാണ്. എന്താ കൃഷ്ണേട്ടാ, എന്താ പറ്റി? പ്രഭ കൃഷ്ണന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ ഓരോന്നോർത്ത് അങ്ങനെ ഇരുന്നതാ. എന്തോ മനസ്സിനൊരു ഭാരം പോലെ. കൃഷ്ണൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കി നിന്നു. എന്തു പറ്റി കൃഷ്ണേട്ടാ? ആശങ്കയോടെ പ്രഭ ചോദിച്ചു. എന്താണെന്നറിയില്ല. എനിക്ക് വസുവിനെ ഒന്ന് കാണാൻ ഒരാഗ്രഹം. പ്രഭേ, ഞാൻ ദ്വാരക വരെ ഒന്ന് പോയിട്ട് വരാം. എൻ്റെ കുട്ടിയെ ഒന്ന് നേരിൽ കാണണം. ഈ രാത്രിയിലോ? നേരം പുലരട്ടെ കൃഷ്ണേട്ടാ. പ്രഭാവതി കൃഷ്ണന്റെ തൊട്ടരികിലായി വന്നു നിന്നു. അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് ഇല്ല, എനിക്കിപ്പോൾ തന്നെ അവളെ കാണണം. ദ്വാരക ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ. ആ ക്ഷേത്രത്തിനപ്പുറം 4-5 ചവിട്ടടി കഴിഞ്ഞ ദ്വാരക ആയില്ലേ. ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നീ എൻ്റെ കുപ്പായവും ആ ടോർച്ചും ഇങ്ങെടുത്തോളൂ. അത് വേണോ കൃഷ്ണേട്ടാ? പ്രഭ ആശങ്കയോട് ചോദിച്ചു. വേണം. നീ പറഞ്ഞത് കേൾക്ക് പ്രഭേ. മനസ്സില്ലാ മനസ്സോടെ പ്രഭ അകത്തേക്ക് കയറിപ്പോയി. കൃഷ്ണന് ധരിക്കാനുള്ള കുപ്പായവും ഒരു ടോർച്ചുമായി പ്രഭ തിരികെ വന്നു. ഒപ്പം ലക്ഷ്മിക്കുട്ടിയും. അല്ല, ഏട്ടൻ ഇതെവിടെ പോകുക? ലക്ഷ്മിക്കുട്ടി ചോദിച്ചതും പ്രഭ കാര്യങ്ങളെല്ലാം അവരോടായി പറഞ്ഞു. ഏട്ടാ, ദാസൻ വന്നിട്ട് പോയാ പോരെ? അവനും കൂടി വരും ഏട്ടൻ്റെ ഒപ്പം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ലക്ഷ്മിക്കുട്ടി വ്യാകുലതയോടെ പറഞ്ഞു. അത് വേണ്ട, അവ സമ്മതിക്കില്ല. നീ പേടിക്കണ്ട ലക്ഷ്മി. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരാം. എങ്കി ഞാനും വരുന്നു കൃഷ്ണേട്ടാ. എനിക്കും എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഞാനും വരുവാ കൂടെ. കൃഷ്ണൻ വേണ്ട എന്ന് എത്ര പറഞ്ഞിട്ടും പ്രഭാവതി അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. കൃഷ്ണനെ ഒറ്റയ്ക്ക് വിടാൻ പ്രഭാവതിക്ക് മനസ്സ് വരാത്തതുകൊണ്ട് പ്രഭാവതി വാശി പിടിച്ചു. ഒടുവിൽ കൃഷ്ണൻ സമ്മതം മൂളുകയും ചെയ്തു. ഏട്ടാ, നേരം ഒരുപാട് വൈകിയ ഇന്ന് അവിടെ നിന്നോളൂ. പുലർച്ചെ തിരികെ പോന്നാ മതി. ലക്ഷ്മിക്കുട്ടി പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് കൃഷ്ണനും പ്രഭാവതിയും ശ്രീലകത്ത് നിന്നും ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഹരിക്കും ലേഖയ്ക്കും കൃഷ്ണൻ അഭയം കൊടുത്ത വാർത്ത ഭരതന്റെ ചെവികളിൽ എത്തിയിരുന്നു. കേട്ടതൊക്കെ ശരിയാണെന്ന് ഉറപ്പുവരുത്തുവാൻ ഭരതൻ അവരുടെ അടുത്തേക്ക് പോയിരുന്നു. പക്ഷേ അവിടെ കണ്ട കാഴ്ച ഭരതനെ വീണ്ടും പ്രകോപിപ്പിച്ചു. വലതുകാൽ വെച്ച് കൃഷ്ണൻ കൊടുത്ത വീട്ടിലേക്ക് അവർ കയറുന്നതായിരുന്നു ഭരതൻ കണ്ടത്. അതോടെ
കൃഷ്ണനോടുള്ള ഭരതന്റെ ദേഷ്യം വർദ്ധിച്ചു.